ഹായ് ഗായ്സ്, ഞാൻ ശ്രീശാന്ത്. വെൽക്കം ടു ഫ്യൂസ് എച്ച് ഡി. ഫ്യൂസ് എച്ച് ഡിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യാത്ര പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. യാത്ര ഞാൻ ഒറ്റയ്ക്കല്ല, വിത്ത് ഫാമിലി. അതായത് വൈഫും മോളും പിന്നെ അച്ഛൻ അമ്മ എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു ട്രിപ്പാണ്. അതിൽ മോളുടെ ഫസ്റ്റ് ഔട്ടിംഗ് ആണ്. ഇന്ന് പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ്. റിസോർട്ടിലെന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലം ജില്ലയിലെ വർക്കല ബീച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര. അവിടെ പോയി ഒരു റിസോർട്ടിൽ സ്റ്റേ ഉണ്ട്. സ്റ്റേ വന്നിട്ട് നമ്മുടെ കൃഷ്ണതീരം ആയുർ ഹോളി റിസോർട്ട് എന്നാണ് ആ റിസോർട്ടിൻ്റെ പേര്. ഏകദേശം ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 55 കിലോമീറ്റർ കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് പിന്നെ കുറച്ച് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി ഇനി നമ്മൾ റെഡിയായി വന്ന് യാത്ര ചെയ്യുന്നു. അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഒരു ട്രാവൽ വീഡിയോ. നമ്മളങ്ങനെ വർക്കല ബീച്ച് എത്താൻ ഏകദേശം ഒരു 4.5 കിലോമീറ്ററാണ് ഇനിയുള്ളത്. അപ്പോൾ ഏകദേശം അടുക്കുന്നു. അങ്ങനെ കുറച്ച് നേരം വഴിയൊക്കെ കറങ്ങി തിരിഞ്ഞ് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃഷ്ണതീരം റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് അവരുടെ എൻട്രൻസ്. നമ്മൾ എത്തിയ സമയം നല്ലതാണ്, നല്ല മഴയും സംഭവങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ്. വലിയ വേഗം ഗൈസ്. അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ കൃഷ്ണതീരം റിസോർട്ട്. അത്യാവശ്യം നല്ല റിസോർട്ടാണ്. പിന്നെ എന്താ പറയുക, ബീച്ച് വ്യൂ ആണ്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ബീച്ച് വ്യൂ എന്ന് പറയുമ്പം നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു ഇതാണ്. ഇവിടെ കുറേ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഏകദേശം ഒരു 10-12 കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അതിവിശാലമായ പാർക്കിംഗ് ഏരിയ. പിന്നെ അതുപോലെ ഇത് ഫുള്ള് കോട്ടേജസ് ആണ്. ഈ കാണുന്ന മൊത്തം ഇങ്ങനെ കുറേ ചെറിയ ചെറിയ വീടുകൾ പോലെ ഇങ്ങനെ ഓരോ കോട്ടേജസ് ആണ്. അപ്പോൾ ഇതുപോലൊരു കോട്ടേജിലാണ് ഞങ്ങളും സ്റ്റേ ചെയ്തത്. ഇത് നമ്മുടെ എൻട്രൻസ് ആണ്. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ജനറേറ്റർ ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ റിസപ്ഷനാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കോട്ടേജസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ ഒരു കോട്ടേജാണ് നമ്മൾ താമസിച്ചത്. ഇതാണ് ഇങ്ങനെ കുറേ ഉണ്ട്, ഏകദേശം ഒരു 10-20 ആയിരിക്കാം, അറിയില്ല. എന്തായാലും ഈ ഒരു വഴി ഭയങ്കര രസമാണ്. ഇത് കണ്ടോ, ആ ഒരു ഫുൾ ഇങ്ങനെ ഇവർ ഗാർഡൻ പോലെയൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേളിൽ കണ്ടോ, ഈ കാണുന്നത് വന്നിട്ട് യോഗ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോള് പോലെയാണ്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഈ സ്റ്റെപ്പ് വഴി കയറി പോകും മുകളിലേക്ക്. ഒരു യോഗ ഹോള് പോലെയാണ്. നമുക്ക് ആ യോഗ ഹോളും കൂടി ഒന്ന് കണ്ടേക്കാം. അതിൻ്റെ മുകളിൽ നല്ല വ്യൂ ആണ്. മുകളിലേക്ക് കയറി കണ്ട, ഇതിൻ്റെ മേളിൽ നിന്നിട്ട് കിട്ടുന്നൊരു വ്യൂ അടിപൊളിയാണ്. നമുക്ക് പൂള് കാണാം. പിന്നെ അതുപോലെ ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് പൂളിൻ്റെ ഒരു ടോട്ടൽ വ്യൂ വന്നിട്ട്. റിസോർട്ട്സുകളാണ്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു റിസോർട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ടില്ല, ആ ഭാഗത്താണ് ബ്ലാക്ക് ബീച്ച് റിസോർട്ടുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു അടിപൊളി ഒരു പൂളുണ്ട് നമ്മുടെ പുറകിലായിട്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പുറകിൽ ഇതാണ് ബീച്ചാണ്. ഇത് പ്രൈവറ്റ് ബീച്ചാണ്. നമുക്കിവിടെ ഇറങ്ങി നമുക്ക് മാത്രം, അതായത് ഇവിടെ വരുന്നവർക്ക് വേണ്ടി മാത്രം ഇറങ്ങാനുള്ളൊരു പ്ലേസൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ, ഈ സ്റ്റെപ്പ് വഴി നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇവർ ഫുഡ് ഉണ്ടാക്കി തരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്.
പറഞ്ഞ ഫുഡ് എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്? നമ്മൾ നോൺ വെജ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തത്. നമ്മൾ വെജിറ്റേറിയൻ എങ്ങനെയുണ്ട്? കൊള്ളാം. കുഴപ്പമില്ലാത്ത കുഴപ്പം. ഇവർ കഴിക്കുകയാണ്. എൻ്റെ ഫുഡ് വെയിറ്റിങ്ങിലാണത്. എൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസ് വെയിറ്റിങ്ങിലാണ്. നമ്മളിനി എപ്പോഴാണ് കഴിക്കുന്നത്? അച്ചയ്ക്ക് കഴിക്കണ്ടേ? മോൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തു. കാരണം വെച്ചാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ലിമിറ്റഡ് ഫുഡ്സേ ഉള്ളൂ. കാരണം ചില സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്ത് പോയി കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡ് റെഡിയായി. അപ്പോൾ അവർ കഴിക്കുന്നു. എൻ്റെ ഫുഡ് അവിടെ വെയിറ്റിങ്ങിലാണ്. ഇനി ഇവളെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബർത്ത്ഡേ ബോയെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. പേര് പറഞ്ഞ? പേര് അജിത്ത. എവിടെ താമസം? ബാലരാമപുരം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇതാണ്, ട്രിവാൻഡ്രംകാരനായ അജിത്ത്. അതെ, അജിത്താണ്. നമ്മുടെ ഫുഡിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ റൂം. അതായത് എൻ്റെയും സിദ്ധുവിൻ്റെയും മോളുടെയും റൂം. ഇത് അച്ഛൻ്റെ റൂമാണ്. അപ്പോൾ നമുക്ക് ഈ റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ റൂം. അത്യാവശ്യം നല്ല റൂമാണ്. ഞാൻ ജസ്റ്റ് വന്ന് കണ്ടായിരുന്നു. ഒന്ന് ചിച്ചേ. ഒരു നല്ല അടിപൊളി ഒരു വലിയ ബെഡ് അല്ലേ? എങ്ങനെയുണ്ട് ബെഡ്? ബെഡ് സൂപ്പർ. പിന്നെ ഇത് നമ്മൾ വന്ന് കയറുന്ന വഴി ഇതാണ്ടോ, ഇതാണ് ഈ റൂമിൻ്റെ ആംബിയൻസ്. നല്ല നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ലൈറ്റൊക്കെ ഇട്ട് കാണിക്കാവേ. വെയിറ്റ്. അതെ, ഓൾമോസ്റ്റ് ഒരു യെല്ലോ ലൈറ്റിംഗ് ആണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു ക്യാബിനുണ്ട്. ഇത് കോഫി മേക്കറിൻ്റെ ക്യാബിനാണ്. നമുക്ക് ഇവിടെ വെച്ച് കോഫി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് വെച്ച് തരുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ കബോർഡ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വരുന്നത് ഇത് കണ്ടോ, മിനി ബാർ. ഇതൊരു കുഞ്ഞ് ഫ്രിഡ്ജാണ്. എല്ലാ റൂംസിലും ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് ഓഫാണ്. നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരത് ഓണാക്കി തരും. അതുപോലെ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ തണുത്ത വെള്ളമൊക്കെ ആവശ്യമുള്ളവർ നമുക്കിത് സ്റ്റോർ ചെയ്യാം. പിന്നെ അതുപോലെ ഇത് കണ്ടില്ലേ, ഇവിടെ വലിയ ഗ്ലാസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞേ? നമ്മുടെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ അതെ, നമുക്ക് പൂൾ വ്യൂ ഉള്ള ഒരു വിൻഡോ ആണ് കിട്ടിയിരിക്കുന്നത്. ഈ വ്യൂ എങ്ങനെയുണ്ട്? ഇത് നേരെ കാണുന്നത് നമ്മുടെ പുറത്തെ പൂളാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് ബീച്ചും കാണാം. റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. കാരണം നമ്മുടെ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഓപ്പണായി റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ആദ്യമേ പറഞ്ഞു ലിമിറ്റഡ് ഫുഡായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ പറയുന്നതനുസരിച്ച് നമുക്ക് അവർ ഉണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി താമസിച്ചു. പിന്നെ അതുപോലെ നിങ്ങൾ കണ്ടില്ലേ, മോള് എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഇവർ കഴിക്കുന്ന സമയത്ത് മോൾ എൻ്റെ കയ്യിലായിരുന്നു. അതിനുശേഷം ഇവർ കഴിച്ച് എണീറ്റിട്ട് ഞാൻ പിന്നെ പോയി കഴിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ കഴിച്ചതിൻ്റെ ഒരു ക്ഷീണം കാരണം നമുക്ക് പൂളിലോട്ടൊന്നും ഇറങ്ങാൻ വയ്യ. എന്തായാലും ഇപ്പോൾ കറക്റ്റ് സമയം എന്ന് പറയുന്നത് 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3:30 കഴിഞ്ഞ് ഇനി ഒരു അരമണിക്കൂർ നമ്മൾ അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോവാണ്. ആ റെസ്റ്റ് എടുത്തതിന് ശേഷം ഇപ്പോൾ കുഞ്ഞാൾ ഒന്ന് ഉറങ്ങാനൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവളെ ഒന്ന് ഉറക്കി ഒരു അരമണിക്കൂർ അവൾ ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂളിലേക്ക് പോകും. പൂളിൽ ചെന്നതിന് ശേഷം പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ കളിക്കാൻ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക, ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങണം. ബീച്ചിലേക്ക് മാക്സിമം ഒരു 6 മണി വരെ നമുക്ക് അലൗഡ് ഉള്ളൂ. കാരണം വെച്ചാൽ സെക്യൂരിറ്റി റീസൺ കാരണമാണ്. ഒരു 6 മണിയൊക്കെ കഴിയുമ്പോൾ കുറച്ച് തിരക്ക് കൂടും. അപ്പോൾ അതുകൊണ്ട് പോലീസ് വന്ന് എല്ലാവരെയും കയറി പോകാനായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 6 മണിക്കുള്ളിൽ ബീച്ചിലേക്ക് പോകണം എന്നൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ എന്തായാലും ഈ ഒരു ബീച്ച്, ഈ പൂൾ വ്യൂ അടിപൊളിയായിട്ടുണ്ട്. അത് വളരെയധികം നല്ല സെറ്റപ്പാണ്. വേണ്ട പുറത്തേക്ക് നോക്കി. അയ്യേ ഡൂഡു, അയ്യേ ബൂബു,
ഇവള് സംസാരിച്ചു തുടങ്ങിയതല്ലേ, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെ അച്ഛ. അതെ, ഇവൾ ഒരുപാട് സംസാരിക്കും, പക്ഷെ അവൾ എന്താണ് പറയുന്നത് അവൾക്ക് മാത്രമേ അറിയൂ. എന്ത് അച്ഛ എന്നൊക്കെ പറയും അല്ലേ. ഇപ്പോൾ ഇവള് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇത് ആദ്യമായിട്ടാട്ടോ. കാരണം ഇങ്ങനെ ഒന്നുകിൽ നമ്മുടെ ട്രിവാൻഡ്രത്തായിരിക്കും അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒരു 4 മണിയാകുമ്പോൾ പൂളിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോവാണ്. റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കേ. നേരത്തെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഒരു ചെറിയ കാര്യം വിട്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളീസിൻ്റെ എന്നല്ല, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ എവിടെ റൂം എടുത്താലും ആദ്യം പോയി നോക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ ബാത്റൂം ആയിരിക്കും. കാരണം ബാത്റൂം വൃത്തിയല്ലെങ്കിൽ നമ്മൾ എന്തായാലും ആ റൂം എടുക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാനും അതേ പരിപാടി. നമുക്ക് ആദ്യം ബാത്റൂം കാണാൻ പോവാം. ലൈറ്റ് ഓൺ ആക്കി. ഇവിടെ കണ്ടോ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം. ബാത്റൂം എന്ന് പറയുമ്പോൾ അതിവിശാലമായ ബാത്റൂം. ഇതാണ് ബാത്റൂമിൻ്റെ ഒരു ഉൾവശം. ഇവിടെ ഒരു കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. കർട്ടൻ ഇട്ടിട്ട് നമുക്ക് കുളിക്കുമ്പോൾ നമുക്ക് വെള്ളം ഇപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകാതിരിക്കാൻ ജസ്റ്റ് ഇവിടെ തന്നെ വീണ് താഴേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഷവറുണ്ട്. ഇത് ഇവിടെ അത്യാവശ്യം ഇവരുടെ കുറച്ച് ഷാംപൂ അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ബോഡി ലോഷൻ, പിന്നെ എന്താ കൃഷ്ണതീരം അവരുടെ തന്നെ ഒരു ആയുർ ഹോളി ബീച്ച് റിസോർട്ടിൻ്റെ ഒരു സോപ്പുണ്ട്. പിന്നെ അതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, പിന്നെ ടിഷ്യൂ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ ഗ്ലാസ് ഉണ്ട്, പിന്നെ വാഷ് ബേസിൻ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വൃത്തിയുള്ള ഒരു എന്താ പറയുക ബാത്റൂം തന്നെയാണ്. ബാത്റൂം ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഈ റിസോർട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നല്ല ബാത്റൂമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസും നല്ലതാണ് അല്ലേ. എങ്ങനെയുണ്ട് ആംബിയൻസിനെ പറ്റി എന്താ പറയാനുള്ളത്? നമ്മൾ വന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക നമ്മുടെ ഒരു കുഞ്ഞു വീട് അല്ലേ, ഒരു അമ്മ വീട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു മൂഡാണ്. അതായത് എന്താ പറയുക ഒരു പഴയ ഒരു ബിൽഡിംഗ് ആണ്, പക്ഷെ അത് അത്യാവശ്യം നന്നായിട്ട് ഒരു ഗാർഡനൊക്കെ ചെയ്ത് നല്ലൊരു ഫീലിൽ കുറച്ച് എന്താ പറയുക മോഡിഫൈ ഒക്കെ ചെയ്ത് അങ്ങനെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. മഴ സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇറങ്ങിക്കോ നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരു വീട് പോലെ തന്നെ ഒരു ഫീൽ ചെയ്യുന്നൊരു നല്ല രസമായിരുന്നു. എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൃഷ്ണതീരം എന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ടാവും, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ റിസോർട്ട് അടിപൊളി ഒരു നല്ല സംഭവം തന്നെയായിരിക്കും. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് പ്രിഫർ ചെയ്യും. കാരണം നല്ല എന്താ പറയുക അവരുടെ ഒരു എല്ലാവരുടെയും പെരുമാറ്റമായാലും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അവരുടെ സ്റ്റാഫിൻ്റെ പെരുമാറ്റമായാലും എല്ലാം വളരെ നല്ല പെരുമാറ്റമാണ്. നമ്മൾ എന്താ മനസ്സ് നിറഞ്ഞു പോകും. അതേപോലെ ഫുഡ്, പിന്നെ അതുപോലെ മെയിൻ കാര്യം ഫുഡാണ്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ല ഫുഡാണ്. ഞാൻ ആദ്യം കുറേ നേരം വെയിറ്റ് ചെയ്തപ്പം കുറച്ച് നമ്മളെന്താ പറയുക നമ്മൾ തന്നെ മൂഡ് ഓഫ് ആയി. പക്ഷേ ഫുഡ് കഴിച്ചപ്പോൾ അത് മാറി. കാരണം നല്ല റെസ്റ്റോറൻറ്റാണ്. കാരണം അവർ ആദ്യമേ പറഞ്ഞു ഇച്ചിരി ഡിലേ ഉണ്ട്, കാരണം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നതാണ്, അപ്പോൾ ലിമിറ്റഡ് ഫുഡ്സേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തായാലും നല്ല ഫുഡാണ്, നല്ല റൂമാണ്. ഇനിയും റൂമുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ഇനി ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി ഒന്ന് പൂളിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. ഓക്കേ. ഓ ഗായ്സ്, ഞങ്ങളപ്പോൾ അങ്ങനെ ഉറക്കം എണീറ്റ് ഞങ്ങളിനി പൂളിൽ കുളിക്കണം. അതിനുശേഷം നമുക്ക് ബീച്ചിൽ പോകണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ പൂളിൽ കുളിക്കാൻ വേണ്ടി ഞങ്ങൾ ദേ റെഡിയായി ഗായ്സ്. അപ്പോൾ ഞങ്ങൾ പൂളിൽ ഒന്ന് ചാടി മറിഞ്ഞ് തലകുത്തി മറിഞ്ഞിട്ട് അതിനുശേഷം ബീച്ചിൽ പോകാനാണ് പരിപാടി. ഞങ്ങൾ വെള്ളത്തിൽ കുളിക്കാൻ പോവാ. ഗൈസ്, ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഞങ്ങൾ വെറുതെ ഒന്ന് രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഗൈസ്, ഇന്നലെ നമ്മൾ വൈകുന്നേരത്ത് ബീച്ചിലോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇന്നിപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നം,
ഇപ്പൊ നമ്മൾ ഏകദേശം ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈം ആയില്ലേ? പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല പക്ഷെ ചൂടില്ല, മഴയൊക്കെ ആയിരുന്നോണ്ട് ഇത്രയും നേരം നല്ല മഴയായിരുന്നു. ഇപ്പോഴാണ് ഇറങ്ങിയിരിക്കുന്ന 3 പിള്ളേരെ കണ്ടോ? അതെ, ഇപ്പോഴാണ് മഴയൊക്കെ മാറി ഒന്ന് വെയിലായത്. അപ്പോഴേക്കും നമുക്ക് ചെക്കൗട്ട് ടൈമായി. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും നമ്മൾ ബീച്ചൊന്ന് കണ്ടിട്ടേ പോവുള്ളൂ. പിന്നെ അതുപോലെ കറങ്ങാൻ ഇറങ്ങിയിരിക്കുന്ന 3 കുഞ്ഞു പിള്ളേരെ കാണിച്ചുതരാം. ഇതുണ്ട്, ഇതാണ് നമ്മുടെ ബീച്ച്. ഇവിടെ കുറേ പേര് ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. അവർ ഭയങ്കര ദൂരത്തേക്കാണ് ചൂണ്ട എറിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യും. ഇവിടെ ഭയങ്കര നല്ല വ്യൂ ആണ്. പക്ഷേ ഇങ്ങനെ കുറേ ഭാഗത്ത് പാറ ആയതുകൊണ്ട് നമ്മളിങ്ങനെ അധികം ഇറങ്ങാൻ ഇവർ സമ്മതിക്കില്ല. കാരണം ഇവിടുത്തെ ലൈഫ് ഗാർഡ് നമ്മളെ വിസിലടിക്കുന്നുണ്ട്. നമ്മളെന്നല്ല, ഓൾമോസ്റ്റ് കുറച്ചിറങ്ങുമ്പോൾ തന്നെ അവർ പറയും. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ക്യാമറ ആക്കണോ ചാ? അവരിങ്ങനെ 24 മണിക്കൂർ അപ്പൂപ്പൻ്റെ പുറത്താണ്. ഇപ്പോൾ നമ്മുടെ ബീച്ചിലോട്ട് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ്. പറ്റുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പൊള്ളി കുളിക്കണമല്ല, ഇവർക്ക് പൊള്ളി കുളിച്ചിട്ട് മതിയായില്ല. അപ്പോൾ അതെ, ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോവാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇറങ്ങി പോകുന്ന സ്റ്റെപ്സ്. ഈ സ്റ്റെപ്സ് വഴി നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോകും. നമ്മളെവിടെ പോയേ? അപ്പോൾ ഇനി നമ്മൾ റിസോർട്ടിലേക്ക് പോവാണ്. പറ്റുകയാണെങ്കിൽ ഒന്ന് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ നമ്മൾ ചെക്കൗട്ട് ടൈം ആയിട്ടുണ്ട്. കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ നമുക്ക് നടന്നു പോവാം. പക്ഷേ ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ അധികം ദൂരം നടക്കാൻ സമ്മതിക്കില്ല. തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം, അതായത് കൊറോണയുടെ ഈ ഒരു സംഭവമൊക്കെ തുടങ്ങിയതിന് ശേഷം പിന്നെ എന്തായാലും പോയിട്ടില്ല. അപ്പോൾ നിത്തുവിനെയും കൊണ്ട് ഉള്ള നമ്മുടെ ഫസ്റ്റ് ഔട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അതെന്തായാലും അടിപൊളിയായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇന്നലെ പിന്നെ മഴ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇച്ചിരി സന്ധ്യാസമയം കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പോൾ ലൈറ്റ്സും ഒക്കെ കറണ്ട് പോയി എന്നിടയ്ക്ക്. ലൈറ്റ്സും ഒക്കെ ഒരു സൈഡിൽ പൂൾ സൈഡിലൊക്കെ അങ്ങ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നൈറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ ചെന്നതിന് കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിലും മഴയായിരുന്നു. പക്ഷെ എന്തായാലും പകൽ സമയത്തുള്ള വീഡിയോസൊക്കെ നമ്മൾ മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് നമ്മൾ കുറച്ചുകൂടെ സണ്ണി ആയപ്പോഴാണ്, ഇന്ന് ഉച്ചവരെയാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല റിസോർട്ടാണ്, അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്, സ്റ്റാഫും സപ്പോർട്ടീവ് ആണ്, എല്ലാം കൊള്ളായിരുന്നു. റെസ്റ്റോറൻറ്റ് ഫുഡ് കുഴപ്പമില്ല. ലൈക്ക് സ്ലൈറ്റ്ലി ഓൺ ദ എക്സ്പെൻസീവ് സൈഡ് എങ്കിൽ പോലും ഒരു എക്സ്പീരിയൻസ് വൈസ് കുഴപ്പമില്ല. നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിക്കുന്നു. ഒരു ബീച്ച് സൈഡ് റെസ്റ്റോറൻ്റ് ആണ്. വല്ലപ്പോഴൊക്കെ നമ്മളൊരു ഔട്ടിങ്ങിന് പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ബാഡ് ഓപ്ഷൻ. എല്ലാം കൊണ്ടും കൊള്ളായിരുന്നു. ഇന്ന് കുറച്ചും കൂടെ നല്ലതായിരുന്നു. കുറച്ചും കൂടെ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഫാമിലി ട്രിപ്പ് പറ്റുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കാണാം. അല്ലാത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എന്തായാലും ഇനിയും അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്താണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അതെ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം, അതിനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെന്താ പറയുക, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.